സാൾട്ടൻ ക്യാമ്പർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2024 ബിടെക്കും ബിഫാം എഞ്ചിനീയറിംഗും ഫാർമസി ഓപ്ഷൻ എൻട്രി ക്ഷണിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. പലരും ഓപ്ഷൻ എൻട്രി നടത്തി കഴിഞ്ഞു. പലരും ഇപ്പോഴും ചില ബുദ്ധിമുട്ടുകൾ പറയുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകളിൽ ചിലതും മറ്റു ചില സംശയങ്ങളുമാണ് ഈ വീഡിയോയുടെ നിവാരണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാനും ശ്രദ്ധിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ട് പലർക്കും വന്നിരിക്കുന്നത് ഈ ക്യാഷ് അടച്ചു, അതായത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് അടച്ചു, പക്ഷേ മുന്നോട്ട് പോകുന്നില്ല. വീണ്ടും ഇത് ഓപ്ഷൻ ക്യാഷ് അടക്കാൻ പറയുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞൊരു വീഡിയോയുടെ ഞാൻ അതിന് മറുപടി പറഞ്ഞിരുന്നു. വീണ്ടും ഒരുപാട് പേര് വീണ്ടും ചോദിക്കുന്നു. ആ വീഡിയോ കാണാത്തതുകൊണ്ടായിരിക്കാം. ഏതായാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഉടൻ തന്നെ വീണ്ടും ക്യാഷ് അടയ്ക്കരുത്. ഉടൻ തന്നെ വീണ്ടും ക്യാഷ് അടച്ചിട്ട് നിങ്ങളുടെ ക്യാഷ് വീണ്ടും പോകാൻ അവസരം ഉണ്ടാക്കരുത്. ഒരു മണിക്കൂറോ അല്ലെങ്കിൽ അന്ന് വൈകിട്ടോ, ഇന്നിപ്പോൾ രാവിലെ ശ്രമിച്ചവരാണെങ്കിൽ ഇന്ന് വൈകിട്ടോ ഒന്ന് ശ്രമിച്ചു നോക്കാം. അതായത് പല സെർവറുകളിലൂടെയാണ് ഇതിൻ്റെ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു സെർവർ ഡൗൺ ആയി കഴിഞ്ഞാൽ ആ സെർവറിലേക്കാണ് നിങ്ങൾ റിക്വസ്റ്റ് പോകുന്നതെങ്കിൽ അവിടെ ഇത് ബ്ലോക്ക് ആവും. അപ്പോൾ ആ സെർവറിലേക്ക് തന്നെയാണ് പിന്നെ റിക്വസ്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ക്യാഷ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പോകും, പക്ഷേ സിയുടെ അക്കൗണ്ടിലേക്ക് എത്തുകയില്ല. ആ ക്യാഷ് റീഫണ്ട് ചെയ്യും. അതായത് ബാങ്ക് തന്നെ നിങ്ങൾക്ക് റീഫണ്ട് ചെയ്തു തരുന്നതാണ്. ഇനി ഇങ്ങനെ റെഡി ആയ ചിലരുമുണ്ട്. അതായത് ആദ്യം ഇങ്ങനെ പ്രശ്നം കാണിച്ചു, പിന്നീട് ലോഗിൻ ചെയ്ത് വെക്കുമ്പോൾ നേരിട്ട് ഓപ്ഷൻ എൻട്രി സ്ക്രീനിലേക്ക് പോകുന്നവരുണ്ട്. അവർ വീണ്ടും ക്യാഷ് അടക്കാൻ നിൽക്കേണ്ട, അവർക്ക് വീണ്ടും ക്യാഷ് അടക്കാൻ കഴിയുമില്ല. അപ്പോൾ ഞാൻ നേരിട്ട് ഇത് കൊടുക്കാൻ പറ്റുമോ എന്ന് ചിലർ ചോദിക്കുന്നുണ്ട്. അതും പറ്റും. അതായത് നേരെ ഓപ്ഷൻ എൻട്രി സ്ക്രീനിലേക്ക്, നേരത്തെ ക്യാഷ് അടച്ചുകൊണ്ട് അത് ഫെയിലിയർ കാണിച്ചു, ഇപ്പോൾ നേരെ ഓപ്ഷൻ എൻട്രി സ്ക്രീനിലേക്ക് കടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഓപ്ഷൻ എൻട്രി നടത്താം. അതിന് യാതൊരു പ്രശ്നവുമില്ല. മറ്റൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിത് സേവ് ചെയ്യുമ്പോൾ, അതായത് ഓപ്ഷൻസ് എൻട്രി ചെയ്ത് അത് സേവ് ചെയ്യുമ്പോൾ ഒരു 25-30 ആയിട്ടാണ് പലരും സേവ് ചെയ്യുന്നത്. അത് ചിലപ്പോൾ കുറേ നേരം ഇങ്ങനെ കറങ്ങി ഓപ്ഷൻ സേവിങ് ഫെയിൽഡ് എന്ന് കാണിക്കും. അങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ അതുവരെ കൊടുത്ത ഓപ്ഷൻസ് ഒക്കെ വീണ്ടും കൊടുക്കേണ്ടി വരും. അതിന് കാരണം മറ്റൊന്നുമല്ല, ഒരുപാട് പേര് 51,000-ഓളം പേര് റാങ്ക് ലിസ്റ്റിലുണ്ട്. അപ്പോൾ ഇത്രയും പേര്, ഇതിലൊരു 25,000 പേര്, അതായത് പകുതി പേരെങ്കിലും ഇപ്പോൾ ഓപ്ഷൻ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ സൈറ്റിലേക്ക് കയറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഈ 27, അതായത് പകുതി ആൾക്കാർ അതിൽ കയറിയാൽ പോലും ഒരുപാട് സമയം ഇതിന് എടുക്കും. അത് സേവിങ്ങിനും ഇതിനൊക്കെ സെർവർ ടൈമിങ് ഒരുപാട് എടുക്കും. അപ്പോൾ ഇങ്ങനെ സമയം എടുക്കുന്നതുകൊണ്ട് തന്നെ ആ സേവിങ് ഫെയിലായി കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്, ഒരു 5-10 ആയതിനു ശേഷം, 5-10 ഓപ്ഷൻ എൻട്രി ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ കൊടുക്കുക. സേവ് ബട്ടൺ കൊടുത്ത് നിങ്ങൾക്ക് വീണ്ടും അടുത്ത ഓപ്ഷൻസ് എൻട്രി ചെയ്യാം. 10 നിങ്ങൾ കൊടുത്തു, അത് സേവ് ചെയ്തു. ഇനി 11ാമത്തെ ഓപ്ഷൻ കൊടുക്കേണ്ടത് ഏതാണോ അതിന് നേരെ 11 ഇട്ടിട്ട് അത് സേവ് ചെയ്യാം. ഇനി 12, 13, 14 കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്യാം. അതായത് ഇടയ്ക്കിടയ്ക്ക് സേവ് ചെയ്തുകൊണ്ടിരുന്നാൽ ഈ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് എണ്ണം ചെയ്തതിന് ശേഷം സേവ് ബട്ടൺ കൊടുക്കുന്നതിന് പകരം ഇടയ്ക്കിടയ്ക്കൊന്ന് സേവ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു പ്രധാന കാര്യം പറയാനുള്ളത്, ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും അതേപോലെ അനിമൽ ഹസ്ബൻഡറി ഇതിലും ഫിഷറീസിലൊക്കെ ഇപ്പോഴാണോ ഇത് കൊടുക്കണ്ടേ, ഈ ഓപ്ഷൻ കൊടുക്കണ്ടേ എന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. മെഡിക്കൽ ആൻഡ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളിൽ വരുന്ന അഗ്രികൾച്ചർ കോഴ്സുകളുണ്ട്. BSc അഗ്രികൾച്ചർ അതിൽ വരുന്നതാണ്. അതേപോലെ വെറ്റിനറി സയൻസ് അതിൽ വരുന്നതാണ്. അപ്പോൾ അത് കൂടാതെ ബിടെക് അഗ്രികൾച്ചർ എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട്. അതേപോലെ ബിടെക് അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ അനിമൽ ഹസ്ബൻഡറി യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്യുന്ന ബിടെക് കോഴ്സുകളുണ്ട്. ആ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടേണ്ടവർ, ആ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഉണ്ട്. അത് ബിടെക് ആണ്, അത് എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ്. ആ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ കിട്ടേണ്ടവരാണെങ്കിൽ, കീം പാസ്സായവരാണെങ്കിൽ, കീം ക്വാളിഫൈ ചെയ്തവരാണെങ്കിൽ അവർ ഓപ്ഷൻ കൊടുക്കേണ്ടത് ഇപ്പോഴാണ് എന്ന് പ്രത്യേകം ഓർമ്മിക്കാം. BSc അതായത് നീറ്റ് സ്കോർ കിട്ടിയവർ BSc കോഴ്സുകളിലേക്കാണ് ഈ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലും അതേപോലെ
വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലും അപ്പോൾ ഇത് ഓപ്ഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ബിടെക് കോഴ്സുകളിലേക്കാണ്. അതിന് താല്പര്യമുള്ളവർ, ബിടെക് കോഴ്സുകളിൽ താല്പര്യമുള്ളവരാണെങ്കിൽ അവർ ഇതിൻ്റെ കൂടെ തന്നെ ഈ ഓപ്ഷൻ കൊടുത്തിരിക്കണം. അത് പിന്നീടാണെന്ന് കരുതി മാറ്റിവെച്ചു എന്ന് ആരും പറയാൻ നിൽക്കരുത് എന്നുള്ളതുകൊണ്ടാണ് അത് വീണ്ടും ഉണർത്തുന്നത്. ഇനി ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്കുണ്ട്, അത് ഇതിൻ്റെ താഴെ ചോദിച്ചോളാം. പലതിനും ഞാൻ കമൻറ്റിലൂടെ തന്നെ മറുപടി പറയുന്നുണ്ട്. ഇനി ഫീസ് സംബന്ധമായിട്ടുള്ള വീണ്ടും കുറേ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അത് ഞാൻ മറ്റൊരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം. വീഡിയോ വാച്ച് ചെയ്യുന്ന നന്ദി, നമസ്കാരം.